ഒരു പുരുഷൻ 4 പേരെ തെരുവിലൂടെ കൊണ്ടുപോകുന്നു. പക്ഷേ അത് വിചിത്രമായ ആരും കരുതുന്നില്ല. അവൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ 4 പേരും പ്രേതങ്ങളാണെന്നും അവരവന്റെ ശരീരം കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും മനസ്സിലായി. ആദ്യത്തെ പ്രേതം പുകവലിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനാണ്. അതിനാൽ അവൻ ആതിഥേയനെ നിർത്താതെ 400 സിഗരറ്റുകൾ വലിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ ആത്മാവ് അവനെ പിടികൂടുന്നു. അവൻ നിർത്താതെ ജങ്ക് ഫുഡ് കഴിക്കുന്നു. വൃദ്ധന് കുടിക്കാൻ ഇഷ്ടമാണ്. അതിനാൽ അവൻ പുരുഷന്റെ ശരീരം നിരന്തരം കുടിക്കാൻ ഉപയോഗിക്കുന്നു. സ്ത്രീ മാത്രമാണ് അവനെ പിടികൂടാത്തത്. പക്ഷേ അവൾ എപ്പോഴും അവനെ തുറച്ചു നോക്കുന്നു. പുരുഷന്റെ ശരീരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ കോപത്തോടെ അവരോട് പോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ നിരസിക്കുന്നു. സഹായത്തിനായി അവനൊരു ഭൂതവേട്ടക്കാരനെ കണ്ടെത്തുന്നു. അവരെ ഒഴിവാക്കാനുള്ള ഏക മാർഗം അവൻ അവനോട് പറയുന്നു. അവരുടെ അവസാന ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നതാണ്. അതിനാൽ അവൻ അവരെ സഹായിക്കാൻ സമ്മതിക്കുന്നു. വൃദ്ധന്റെ ആഗ്രഹം ഒരു ക്യാമറ തിരികെ നൽകുക എന്നതാണ്. അതിനാൽ ആ മനുഷ്യൻ ഒരു ക്യാമറ ഷോപ്പിലേക്ക് പോയി അത് തന്റെ സുഹൃത്തിന് തിരികെ നൽകുന്നു. ആൺകുട്ടിയുടെ ആഗ്രഹം ഒരു ആനിമേഷൻ സിനിമ കാണുക എന്നതാണ്. സിനിമ കഴിഞ്ഞ് അവർ 10 പാത്രം നൂഡിൽസ് കഴിക്കുന്നു. മറ്റേയാൾ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. അയാൾക്ക് അവസാനമായി ഒരു തവണ കൂടി വാഹനം ഓടിക്കാൻ ആഗ്രഹമുണ്ട്. അവർ ഹൈവേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ തടഞ്ഞു നിർത്തുന്നു. പോലീസുകാരൻ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നു. പക്ഷേ ആ മനുഷ്യന്റെ കൈവശം അതില്ല. അതിനാൽ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഓഫീസർ പുരുഷനോട് കുടുംബത്തെ വിളിച്ചുകൂട്ടി കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ ഒരു അനാഥനാണെന്ന് പറയുന്നു. തന്റെ പ്രിയപ്പെട്ടയാൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക എന്നതാണ് സ്ത്രീയുടെ ആഗ്രഹം. അവൾ ഭക്ഷണമുണ്ടാക്കി അവരോടൊപ്പം കഴിക്കുന്നു. പിറ്റേന്ന് പുരുഷൻ ഉണരുമ്പോൾ 4 പ്രേതങ്ങളും പോയി. സ്ത്രീ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ അരിയുണ്ടകൻ മേശപ്പുറത്ത് കിടക്കുന്നത് അയാൾക്ക് കാണാം. അയാൾക്ക് നഷ്ടബോധം തോന്നുന്നു. അയാൾ ഒന്നെടുത്ത് കഴിക്കുന്നു. അയാളുടെ സഹപ്രവർത്തകൻ അവനോട് എന്തിനാണ് അരിയുണ്ടയിൽ സെലറി ഇടുന്നതെന്ന് ചോദിക്കുന്നു. എന്റെ അമ്മ എപ്പോഴും സെലറി നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണെന്ന് പറയുമായിരുന്നു. വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വരുന്ന നിമിഷം അയാൾ മരവിക്കുന്നു. ആ സ്ത്രീ തന്റെ അമ്മയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അയാൾ ഉടനെ വീട്ടിലേക്ക് ഓടുന്നു. അവന്റെ ഓർമ്മകൾ വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നു. ആ കുട്ടി അവന്റെ മൂത്ത സഹോദരനായിരുന്നു. ആ പുരുഷൻ അവന്റെ അച്ഛനായിരുന്നു. വൃദ്ധൻ അവന്റെ മുത്തച്ഛനായിരുന്നു. കുടുംബം ഒരു യാത്രയിലായിരുന്നപ്പോൾ അവരൊരു കാർ അപകടത്തിൽപ്പെട്ടു. അയാളുടെ കുടുംബാംഗങ്ങൾ അവനെ സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ചു. പക്ഷേ അയാൾ എല്ലാം മറന്നു. അയാൾ തന്റെ ഒഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുന്നു. അവരെ മറന്നതിന്റെ കുറ്റബോധം അയാൾ അനുഭവിക്കുന്നു. അപ്പോഴാണ് അവന്റെ സഹോദരൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് കരയരുതെന്ന് പറയുന്നത്. ഓരോരുത്തരായി അവന്റെ കുടുംബാംഗങ്ങൾ വരുന്നു. അവന്റെ മുത്തച്ഛൻ അവനോട് സ്വയം ശ്രദ്ധിക്കാൻ പറയുന്നു. അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്നു. ഒടുവിൽ അവന്റെ അമ്മ അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൻ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തതുപോലെ.